മൊഹബത്തിൻ പട്ടുർമാൽ. രചന ഫൗസിയ നൌഷാദ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഹാരി ക്ലാസ്സിൽ വന്നപ്പോൾ ദായിരിക്കുന്നു മെഹസ. ആളൊരു കിൽക്കാൻ പറ്റിയാണ്. പെൺപിള്ളേരായിട്ട് സംസാരിക്കുന്നു. അവൻ അവിടേക്ക് ചെന്നു. ഹലോ, ഹായ്, എന്താ തൻ്റെ പേര്? മെഹസ ഫെമിൻ. ആഹാ, കൊള്ളാലോ. എൻ്റെ പേര് ഹാരി ഫായിസ്. സ്നേഹമുള്ളവർ ഹാരി എന്ന് വിളിക്കും. മെഹസു എന്നെ ഹാരി എന്ന് വിളിച്ചാൽ മതി കേട്ടോ. മെഹസ പുഞ്ചിരിച്ചുകൊണ്ട് തലവിളിക്കി. ഹാരിക്ക് വാടക്കാൻ ഉദ്ദേശമില്ല. അല്ല, മേസു ഹോസ്റ്റലിൽ നിന്നാണോ അതോ വീട്ടിൽ നിന്നാണോ? ഞാനിവിടെ ഹോസ്റ്റലിലാണ്. ആണോ? സെയിം പിച്ച്. ഞാനും ഹോസ്റ്റലില്ല. അല്ല, ഉപ്പയും ഉമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? ഉപ്പ ബാംഗ്ലൂരിൽ ഓഫീസ് വർക്ക് ചെയ്യുക. ഉമ്മാക്ക് ജോലിയൊന്നുമില്ല. അപ്പോൾ സഹോദരങ്ങളില്ലേ? ഉണ്ട്, ഒരനിയൻ 10ാം ക്ലാസ്. ആഹാ, എൻ്റെ സ്വന്തം അളിയൻ. അളിയനോ? ഏയ് ഒന്നുമില്ല, വെറുതെ പറഞ്ഞ. ആ, അവർ പെട്ടെന്ന് തന്നെ കമ്പനിയായി. ഹാരിക്ക് പുതിയ 2 ഹോസ്റ്റൽ റൂംമേറ്റ്സിന് കിട്ടി. ആഷിക്കും ആകാശും. അവർ 3 പേരുമാണ് ഒരു റൂമിൽ. ദാ കണ്ണാടി. ആഷി അവന്മാർ അങ്ങനെയാണ് വിളിക്കുന്നത്. പോടാ പൊട്ടന്മാരെ, കണ്ണാടി നിന്റെയൊക്കെ അപ്പൂപ്പൻ. ആഹാ, ഞങ്ങളുടെ ചത്തുപോയ അപ്പൂപ്പൻ വിളിക്കുന്നോ? ആകാശും ഹാരിയും അവനെ എടുത്തിട്ട് മേഞ്ഞു. വീട്ടടാ തെണ്ടികളെ, എന്നെ അങ്ങ് കൊല്ല്. കൊല്ലട്ടെ? നീയൊക്കെ അതും ചെയ്യും. ഞാനൊരു പാവലടാ. ആര്? നീയോ? ആ അതെ. ആ, നീ പാവാണ്. അതെപ്പോഴെന്നറിയോ? ഉറങ്ങുമ്പോ. ആ തന്നെ, അപ്പോഴെങ്കിലും പാവാണല്ലോ. എന്തായാലും നിന്നെക്കാളൊക്കെ ഭേദ. ആഷിയും വിട്ടുകൊടുത്തില്ല. പിന്നെ എനിക്ക് ഒരു കൊച്ചിനോട് അനുരാഗം. ഹാരി പറഞ്ഞു. എന്തോ? എങ്ങനെ? നീ കേട്ടോടാ ആഷി, നമ്മുടെ ആരിക്ക് അനുരാഗം. ആകാശ് ചിരിച്ചു. ആരോടാ മുത്തേ? എനിക്കേ, ആ പറ. നമ്മുടെ മേസൂല്ലേ, മേസൂനോട് സ്പാർക്ക്. അതിനിടയ്ക്ക് എപ്പോഴാ മോനെ എൻ്റെ മേസു ആയത്? അത് പിന്നെ അവള് എൻ്റേതാണല്ലോ. എന്തൊക്കെയായിരുന്നു? അവളുടെ വീട്ടുവിശേഷം തിരക്കുന്നു, ഊട്ടുന്നു, ഉറക്കുന്നു, ചിരിക്കുന്നു. അപ്പൊ ഇതായിരുന്നല്ലേ ഉദ്ദേശം? അതെ, എനിക്ക് അവളെങ്കിൽ ഇഷ്ടമായി. ഒരു നിഷ്കു. എന്നാ നീ അവളെ പ്രപ്പോസ് ചെയ്യടാ. ആ, ചെയ്യാൻ പോവാ. നാളെ തന്നെ പറയണം. അവളുടെ മറുപടിക്ക് സമയം കൊടുക്കാം. വൈകിയാൽ ചിലപ്പോ അവൾ എനിക്ക് നഷ്ടപ്പെടും. ഹാരി പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ മേസയോട് തന്റെ ഇഷ്ടം അറിയിക്കാൻ ഹാരി തീരുമാനിച്ചു. അവളെ ക്ലാസ്സിൽ കണ്ടില്ല. അവൻ ക്യാമ്പസിൽ നോക്കി. അവിടെ മേസയുണ്ടായിരുന്നു. പക്ഷേ ആ കാഴ്ച കണ്ട് അവൻ ശിലകണക്കെ നിന്നു. മേസയെ പ്രപ്പോസ് ചെയ്യുന്ന റാഷിക്ക് ഒരു പൂവ് നീട്ടി നിൽക്കുകയാണ് അവൻ. മേസയാണെങ്കിൽ അവൻ എങ്ങനെ ഒഴിവാക്കിയെന്ന മട്ടിൽ നിൽക്കുകയാണ്. നോ എന്ന് അവന്റെ മുഖത്ത് നോക്കി പറയാനും വയ്യ. അപ്പോഴാണ് തിരിഞ്ഞടക്കുന്ന ഹാരി അവൾ കണ്ടത്. അവൾക്ക് മനസ്സിലൊരു ബുദ്ധി തോന്നി. അതെ, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. അത് കേട്ട് ഹാരി അവിടെ നിന്നു. ആരെ? റാഷിക്ക് ചോദിച്ചു. ഹാരിഫിനെ. മേസ പറഞ്ഞു കേട്ട് ഹാരി അന്തം വിട്ട് നിന്നു. ഇവളാള് കൊള്ളാലോ. അവനെ ഒഴിവാക്കാനാണെങ്കിലും ഇങ്ങനെയൊക്കെ കള്ളം പറയാമോ? മേസയുടെ മറുപടി കേട്ട് റാഷിക്കിന്റെ മുഖം മങ്ങി. ഹാരി, നീങ്ങ് വന്നേ. ഹാരിയെ മേസ വിളിച്ചു. അവൻ വന്നു. എന്നാലും ഇവനപ്പം നീയുമായിട്ട് ഇഷ്ടത്തിലായി? റാഷിക്ക് ചോദിച്ചു. അതോ, ഇന്നലെ നീ അവനെ കൊണ്ട് എനിക്ക് പൂവ് തന്നില്ലേ? അപ്പം മുതൽ തുടങ്ങിയതാ. മേസ പറഞ്ഞു. അത് ഞാൻ വെറുതെ ഇതല്ലേ? നീ വെറുതെ ഇതാണേലും ഞങ്ങൾക്കത് സീരിയസ് ആയിരുന്നു അല്ലേടാ ഹാരി? മേസ ചോദിച്ചു. ഈ പൊട്ടന് ഇത് എന്താലോചിച്ചുകൊണ്ട് നിൽക്കുക? എല്ലാം പൊളിക്കും. അവൾ ഹാരിയുടെ കാലിനിട്ടൊരു ചവിട്ട് കൊടുത്തു. അപ്രതീക്ഷിതമായതിനാൽ അവൻ ആന്ന് വിളിച്ചുപോയി. കണ്ടോ, ആണെന്നവൻ പറഞ്ഞില്ലേ? ഇപ്പൊ വിശ്വാസമായോ? എന്നാ ശരി. മേസ ക്ലാസ്സിലേക്ക് പോയി. ഡാ, അവൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടി നിന്നെ കൂട്ടുപിടിച്ചാണെന്ന് എനിക്കറിയാം, റാഷി പറഞ്ഞു. അല്ല, ഞങ്ങൾ യഥാർത്ഥത്തിൽ പ്രണയത്തിലാണ്, ഹാരി പറഞ്ഞു. എൻ്റെ മോനെ, അങ്ങനെയാണെങ്കിൽ നീ ഞാനാരാണെന്ന് അറിയും. അവളെ എനിക്ക് വേണം. അങ്ങനെ ഒരു ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ മുളയിലേ നുള്ളിക്കോ. താക്കീത് നൽകി റാഷി പോയി. ഹാരി അത് കാര്യമാക്കിയില്ല. ഹാരി ക്ലാസ്സിൽ വന്നപ്പോൾ മേസ ആരുടെയോ കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. ഡീ, എന്താടാ? നീ എന്തിനാടി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞേ? അത് പിന്നെ റാഷി ഒഴിവാക്കാൻ വേണ്ടി. ആണോ? വല്ലവന്മാരെ ഒഴിവാക്കാൻ നിനക്ക് എന്നെ വെച്ച് വേണം കളിക്കാൻ? ഓഹോ, അങ്ങനെയാണോ? എന്നാ നീ കേട്ടോ. മേസ അതും പറഞ്ഞ് ഹാരിയുടെ നേരെ വന്ന് നിന്നു. 2 കൈ ഇടുപ്പിൽ കുത്തി. ഇവളിത് എന്താക്കാൻ പോവാ പടച്ചോനെ? ഹാരി മെഴിച്ചിരുന്നു. മേസ ഹാരിയുടെ കണ്ണുകൾ നോക്കി. എൻ്റെ പൊന്നുമോനെ ഹാരി, റാഷി ചെയ്ത പോലെ പൂവ് തന്ന് പഴഞ്ഞ പ്രപ്പോസലിനൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഇയാളെ എനിക്ക് വേണം. നീ എൻ്റെ ഹാരിയ. നിന്നെ വേറെ ആർക്ക് ഞാൻ കൊടുക്കൂല കേട്ടോ ചെക്ക. മേസ പറഞ്ഞു കേട്ട് ഹാരിക്ക് നിന്ന നിൽപ്പിൽ തുള്ളിച്ചാടാൻ തോന്നി. ഞാൻ പറയാൻ പോയതല്ലേ
അവളിപ്പോൾ എന്നോട് പറഞ്ഞ് അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. ഇവള് പൊളിയാണല്ലോ. മേസയാണെങ്കിൽ വേറൊരു ലോകത്തായിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു ഉഗ്രൻ ആൽബം സോങ് കടന്നു വന്നു. ഹാരി മേസയ്ക്ക് നേരെ കൈവീശി. അപ്പോഴാണ് അവൾക്ക് ബോധം നേരെ വീണത്. ഹലോ, താൻ ഏത് ലോകത്താണോ? ഏയ്, പെട്ടെന്നൊരു സോങ് കയറി വന്നാ. നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോ. ഒന്നാമത്തെ കാര്യം, എനിക്കും തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാനീ തന്നോട് പറയാൻ വന്നായിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 18. അതേ ഉള്ളല്ലോ, എനിക്ക് 20 ഉണ്ട്. അതിന്? അപ്പോൾ എൻ്റെ മോള് ഈ ഹാരി എന്നുള്ള വിളി അങ്ങ് നിർത്തിക്കോ. കേൾക്കാനൊരു സുഖമല്ല. പിന്നെ ഇക്കാന്ന് വിളിക്കണം. എന്തോന്ന്? ഇക്കാന്ന്. ഇക്കാന്നോ? അതെ, പറ്റില്ലേ? ആ, ഓക്കെ. അപ്പൊ ഇനി മുതൽ ഇക്ക. ആ. മേസ ഇതും പറഞ്ഞ് ക്ലാസിന്റെ വാതിൽ പോയി നിന്നു. നീ പോടക്കൊരങ്ങ, മേസ പറഞ്ഞിട്ടെറിഞ്ഞ് ഓടി. കാന്താരി പുറകെ ഹാരിയും. മേസ ഓടി ക്യാമ്പസിന്റെ മൂലക്ക് പോയി. അവിടെ വിജനം. ഇനി തിരികെ ഓടിയാൽ ഹാരി പിടിക്കും. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു പടച്ചോനെ. അവന്റെ കയ്യിൽ കിട്ടിയ തീർന്നു. മേസ ഇനി പോവാനിടമില്ലാതെ കുടുങ്ങി നിന്നു. ഹാരി അപ്പോഴേക്കും അങ്ങെത്തി. മേസ ഓരോ അടി പിന്നിലേക്ക് വെച്ചു. ഹാരി മീശയും പിരിച്ച് ഒരു കള്ളച്ചിരിയും ചിരിച്ച് മുന്നിലേക്ക്. മെഹസ മതിൽ തട്ടി നിന്നു. ഹാരി അവളുടെ അടുത്തേക്ക് ചെന്നു. ഓടാൻ സമ്മതിക്കാതെ 2 സൈഡിലും കൈ ചേർത്ത് വെച്ചു. മെഹസ നിന്ന് കിതക്കുന്നുണ്ടായിരുന്നു. ഹാരി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അതിൽ നിന്ന് അവളുടെ ഉള്ളിലെ ഭയം അവന് മനസ്സിലായി. അവന് ചിരി വന്നു. നീ എന്താണ് എന്നെ വിളിച്ചേ? ദാ കൊരങ്ങാന്നോ? അത് പിന്നെ. എന്ത് പിന്നെ? ഞാൻ പെട്ടെന്നുള്ള ആവേശത്തിൽ അങ്ങനെ വിളിക്കുക. ഹാരി കുറച്ചുകൂടെ അടുത്തു. അവന്റെ ചുടുനിശ്വാസം അവളുടെ മുഖത്തേക്ക് പതിഞ്ഞു. ഇനി വിളിക്കൂടി? ഇല്ല. ഉറപ്പാണോ? അതെ. എന്നാ പോയിക്കോ. ഹാരി കൈയെടുത്തു. മെഹസ ഒറ്റോട്ടം. അത് കണ്ട് ഹാരി പൊട്ടിച്ചിരിച്ചു. പിറ്റേ ദിവസം തകർത്ത് പെയ്യുന്ന മഴ. മെഹസ കുടയുമായി കോളേജിലേക്ക് വന്നു. അപ്പോഴാണ് ഹാരി ബൈക്കിൽ നിന്ന് നനഞ്ഞ് ഓടി വന്നത്. അവൻ മെഹസയുടെ കുടയിൽ കയറി. അവന്റെ ചുടുനിശ്വാസം മെഹസയുടെ കയ്യിലടിച്ചു. ദേഹമാകെ ചുട്ടുപൊള്ളുന്നതായി അവൾക്ക് തോന്നി. അവൾ കൈവിട്ടു. കുട പറന്ന് താഴെ വീണു. 2 പേരും നനയാൻ തുടങ്ങി. മെഹസ ആ നിൽപ്പ് തുറന്നു. ഹാരി കുടയെടുത്തു. എന്താണോ ഈ കാണിച്ചത്? ഞാൻ മുഴുവൻ നനഞ്ഞു. ഹാരി പറഞ്ഞു. സോറിക്ക, കൈയറിയാതെ വിട്ടുപോയതാ. ആ മതി, കയറ്. അവർ കുടക്കീഴിൽ നിന്നു. ഹാരിയുടെ കരങ്ങൾ ദേഹത്ത് ഉരുമാതിരിക്കാൻ മെഹസ അല്പം അകലം പാലിച്ചു. നനഞ്ഞ് കുതിർന്നു നിൽക്കുന്ന മെഹസയെ ഹാരി ഒരു നിമിഷം നോക്കിയെന്നു. അവൾ പോലും അറിയാതെ. നനഞ്ഞ മുഖത്തോട് ചേർന്ന് കിടക്കുന്ന നീണ്ട മുടിയിഴകൾ, കരിമഷി പടർന്ന കരിനീല കണ്ണുകൾ, ചുവന്നു തുടുത്ത് തേൻ കിനിഞ്ഞ ചാമ്പക്കാ ചുണ്ടുകൾ. അവളുടെ മുഖത്തോട് അടുത്തൊഴുകുന്ന മഴത്തുള്ളികളോട് അവൻ അസൂയ തോന്നി. മഴത്തുള്ളികൾ തെന്നിയിറങ്ങുന്ന നീണ്ട കുഞ്ഞു മൂക്ക്. അവന്റെ കണ്ണുകൾ താഴേക്ക് നീളാൻ അനുവദിക്കാതെ ഹാരി മുഖം തിരിച്ചു. വരാന്തയിൽ നിൽക്കുന്ന മേസയുടെ നേർക്ക് മറ്റാൺകുട്ടികളുടെ കണ്ണു നീളുന്ന മനസ്സിലായതും ഹാരിക്ക് നീരസം തോന്നി. അവൻ മേസയുടെ അടുത്തെത്തി. മേസു! ഹാരിയുടെ ദേഷ്യത്തോടുള്ള വിളി കേട്ട് മേസ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആ, എന്താ? താനിവിടെ ഈ കോളത്തിൽ നിൽക്കണ്ട. ഹാരി പറഞ്ഞു കേട്ടാണ് മേസ തന്റെ ശരീരം ശ്രദ്ധിച്ച്. ടോപ്പ് ശരീരത്തോട് ഒട്ടിക്കിടക്കുന്നു. അവൾക്ക് തന്റെ തെറ്റോർത്ത് ലജ്ജ തോന്നി. നീ വാഷ്റൂമിൽ ചെന്ന് ഉടുപ്പൊക്കെ നേരാക്കിട്ട് വാ. ഇനി ഇവിടെ നിൽക്കണ്ട. മേസ വാഷ്റൂമിലേക്ക് നടന്നു. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ മുമ്പിൽ റാഷിക്കും അവൻ 2 കൂട്ടുകാരും വന്നു നിന്നു. എങ്ങോട്ടേക്കാണ് മേഡം? റാഷിക്കൊരു വഷളം ചിരിയോടെ അവളുടെ ദേഹത്തേക്ക് നോക്കി. അവരുടെ കണ്ണ് അവളുടെ ശരീരത്തിലാണെന്നറിഞ്ഞതും അവൾ അല്പം ഭയന്നു. അവൾ പേടി പുറത്തു കാണിക്കാതെ മാറി നടന്നു. പക്ഷേ തടസ്സമായി അവർ വീണ്ടും നിന്നു. മാറി നിൽക്ക്, എനിക്ക് പോണം. പോയിക്കോ. അവൾ നടന്നു അവനുമായി കൂട്ടിയിടിച്ചു. അവൻ പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ കിടന്ന ഷാളിൽ പിടിച്ചതും അവൻ ദൂരേക്ക് തെറിച്ചു വീണു. മെഹസ തിരിഞ്ഞു നോക്കി. തീക്കനലിരിയുന്ന കണ്ണുമായി ഹാരി. നീ പോ. മെഹസ പോയി. അവൻ റാഷിക്കിനെ നല്ലതുപോലെ പെരുമാറി. മെഹസയുടെ ദേഹത്തോട്ട് അവന്റെ കൈ ഹാരി പിടിച്ചു തിരിച്ചു. ഇനി മേലാൽ നിന്റെ വൃത്തികെട്ട ഈ കൈയുണ്ടല്ലോ എന്റെ പെണ്ണിന്റെ ദേഹത്ത് പതിഞ്ഞ നീ തീർന്നടാ. ഇല്ല, തീർക്കും ഞാൻ. മെഹസയ്ക്ക് വല്ലാത്ത അഭിമാനവും സന്തോഷവും തോന്നി. ഹാരി ഒരു നല്ലയാൾ തന്നെയാണെന്ന് അവൾ തീർച്ചപ്പെടുത്തി. അവനോടുള്ള അവളുടെ പ്രണയത്തിന്റെ മാധുര്യം കൂടി. രാത്രി മെഹസ ഹോസ്റ്റൽ മുറിയിൽ ജനൽ സൈഡിൽ നിന്ന് പഠിക്കുകയായിരുന്നു. ഡി, ഞാൻ കുളിച്ചിട്ട് വരാം. അനു എന്ന അനന്യ കുളിക്കാൻ കയറി. മെഹസയ്ക്ക് ഒരു കോൾ വന്നു. അത് ഹാരിയുടേതായിരുന്നു. ഹലോ മൈ ഡിയർ പൊണ്ടാട്ടി. ഹലോ ഇക്കൂസേ.
എന്താ പണി? ഭയങ്കര ബുജിയാണല്ലേ, പഠിച്ച് മറിക്കുന്നു. ഞാൻ പഠിക്കുമെന്ന് ഇക്കാക്ക് ഇങ്ങനെ മനസ്സിലായി? അതൊക്കെ ഉണ്ട്. പറ. ഒന്നുമില്ലടി. ഇക്ക, നിങ്ങൾ നടക്കുന്ന പോലെ ഉണ്ടല്ലോ, നിങ്ങൾ എവിടെയാ? നീ നേരെ തലപൊക്കി നോക്കിക്കേ. മെഹസ തലയുയർത്തി നോക്കി. ഹാരി ഇളിച്ചുകൊണ്ട് മതിലിയാടാൻ പോകുന്നു. അല്ലാ, നിങ്ങൾ ഇതെന്തീ കാണിക്കുന്നത്? ആരെങ്കിലും കാണും. കാണട്ടെ. പടച്ചോനെ, ഇക്ക ഇതെന്തു വായിച്ച? ഞാൻ രണ്ടും കൽപ്പിച്ച. ചതിക്കല്ലേ മോനെ. നീ എന്താമത്തെ പറയുന്നു? ഞാൻ നിനക്ക് ദോഷം വരുന്നത് ചെയ്യും. ഹാരി മതിൽ ചാടി ജനലരികിൽ വന്നു. ജനലഴികൾ അവന് തടസ്സമായിരുന്നു. നിങ്ങൾ എന്തിനാപ്പോ വന്നത്? നിന്നെ കാണാൻ. എന്നെ ഇന്ന് കണ്ടതല്ലേ? നിന്നെ എത്ര കണ്ടാലും എനിക്ക് മതിയാവില്ലല്ലോ. എന്നാ ഇപ്പൊ കണ്ടല്ലോ. ഹാരി അതിൽ നിൽപ്പ് തുടർന്നു. പ്ലീസ് ഒന്ന് പോയിക്ക. നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോവാം. നാളെ കോളേജിൽ വരില്ലേ? പിന്നെ വരാതെ. എന്നാ ശരി കൊണ്ടാട്ടി. ആ ശരി മോനെ, വേഗം പോ. ഹാരി വന്ന കണക്ക് തന്നെ മതിൽ ചാടിപ്പോയി. പിറ്റേ ദിവസം മേസ കോളേജിലെത്തി. ക്യാമ്പസിൽ നല്ല ആൾക്കൂട്ടം. അവൾ അവരെ തള്ളിമാറ്റി നോക്കി. അവിടെ കണ്ട കാഴ്ച കണ്ട് അവൾ അന്തം വിട്ട് നിന്നു. റാഷിക്കും ഹാരിയും ഉഗ്രം പോരാട്ടം. തറയിൽ വീണുകിടന്ന് പോരാടുകയാണ്. റാഷിക്കിന്റെ മുകളിലിരുന്ന് ഹാരി അവൻ ഇടിക്കുകയാണ്. കണ്ടു നിൽക്കുന്നതല്ലാതെ ആരും തടയുന്നില്ല. റാഷിക്കിന്റെ ചുണ്ടുപൊട്ടി ചോര പൊടിച്ചിരിക്കുന്നു. ഹാരി എന്നിട്ട് നിർത്താൻ ഉദ്ദേശമില്ല. മെഹ്സ ചെന്ന് ഹാരിയെ പിടിച്ചു. നിർത്ത്, മതി, മാറാനാ പറഞ്ഞ്. അപ്പോഴേക്കും ആഷിയും ആകാശം എത്തി. അവർ ഹോസ്റ്റലിൽ നിന്ന് വന്നതേ ഉള്ളായിരുന്നു. ദാ ഹാരി, എന്താ ഈ കാണിക്കുന്നത്? മതിയടാ. അവൻ ഹാരിയെ പിടിച്ചു മാറ്റി. നീ നോക്കിക്കോടാ, എന്നെങ്കിലും ഈ റാഷിക്ക് ഇതിനൊക്കെ പകരം വീട്ടും. റാഷിക്ക് വെല്ലുവിളിച്ചു. നീ പോടാ. ഹാരിയും വിട്ടുകൊടുത്തില്ല. റാഷിക്കിന്റെ ഉള്ളിൽ ഹാരിയോടുള്ള പക ആളിക്കത്തി. ശരിക്കും സംഭവിച്ചത്, ഹാരി ക്യാമ്പസിലേക്ക് വന്നപ്പോഴാണ് റാഷിക്കും കൂട്ടുകാരും ഫോണിൽ എന്തോ നോക്കി കമ്പനിയടിക്കുന്ന കണ്ട് അവൻ കാര്യാക്കില്ല. വാവ്, കൊള്ളാടാ, ഉഗ്രൻ ചരക്കിനല്ലേ അവൻ വലവീശി പിടിച്ച് എന്നിട്ട് നടക്കുന്ന കണ്ടില്ലേ? റാഷി പറഞ്ഞു കേട്ട് ഹാരി നിന്നു. മെഹ്സാഫെമിൻ, അവന്റെ ഒരു മെഹസു, അവൾക്ക് നമ്മളെയൊന്നും പറ്റില്ലല്ലോ. അത് പറഞ്ഞതും ഹാരി അവനെ ചവിട്ടിയത് ഒരുമിച്ചായിരുന്നു. പിന്നെ സീനിയറാണെന്നൊക്കെ ഹാരി മറന്നു. അവന് നല്ല കൊടുത്തു. അടി കണ്ടുകൊണ്ട് പിള്ളേര് കൂടി. അപ്പോഴാണ് മേസ അവിടേക്ക് വന്നത്. എന്താടാ, എന്തിനാ നീ അവനായിട്ട് അടി ഉണ്ടാക്കിയത്? ആഷി ചോദിച്ചു. അവൻ പിന്നെ അനാവശ്യം പറഞ്ഞപ്പോ ഞാൻ കേട്ടുകൊണ്ട് നിൽക്കണോ? ഇക്ക, നിങ്ങളിങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ തുടങ്ങില്ലേട്ടോ. അതൊക്കെ കേട്ടില്ലെന്നങ്ങ് നടിക്കണം. ഇല്ലടി, എനിക്കതിന് കഴിയില്ല. എന്നെ പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ നിന്നെക്കുറിച്ച് പറഞ്ഞാ എനിക്കത് കേട്ടു നിൽക്കാൻ കഴിയില്ല. എന്റെ ഹാരി, അവൻ ഈ കോളേജിൽ നല്ല ഒന്നാന്തരം തല്ലിപ്പൊളിയാ. അവനിതിന് പകരം വീട്ടു. ആകാശ് പറഞ്ഞു. വീട്ടട്ടെ, അവൻ തല്ലിപ്പൊളിയാണെങ്കിലേ ഞാൻ നല്ല പക്കാ കൂതറയാ, കാണിച്ചു കൊടുക്കും ഞാൻ. അതൊക്കെ വിട്ടേക്ക്, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്, മേസ പറഞ്ഞു. അതെന്താ ആ പ്രത്യേകത? എടാ പൊട്ട, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ബെസ്റ്റ് ആളുകളോടാ ഞാൻ പറഞ്ഞത്, മേസ പറഞ്ഞു. പടച്ചോനെ, നീ എന്നിട്ട് ഇപ്പോഴാണ് പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ മേസക്കുട്ടി? ഹാരി പറഞ്ഞു. താങ്ക് യു ഇക്കൂസേ. ആഷിയും ആകാശം വിഷ് ചെയ്തു. അപ്പോഴേക്കും ഫൗസിയ അമിയും എത്തി. മേസയുടെ കട്ട ചങ്സാണ് അവർ. മേസൂട്ടി, ഹാപ്പി ബർത്ത്ഡേടാ. ഫൗസിയ വിഷ് ചെയ്തു. താങ്ക്സ് ഡാമുത്തേ. രാത്രി 8 മണി. മേസ ഹോസ്റ്റലിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹാരിയുടെ കോൾ വന്നത്. ഹലോ. ഹലോ മേസൂട്ടി, എന്ത് ചെയ്യാ? ബോറടിക്ക് നിൽക്കാം. എന്ത് ചെയ്യാനാ? എങ്കിലേ ഒരു കാര്യം പറയാനാ ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചത്. എന്താ ഇക്ക? നീ പെട്ടെന്ന് റെഡിയായിട്ട് പുറത്തേക്ക് വാ. ഹാരി പറഞ്ഞു കേട്ട് മേസ ഞെട്ടി. ഈ രാത്രിയോ? പുറത്തേക്ക് വരാനോ? എന്തിന്? നിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു ചെറിയ പാർട്ടി. വേഗം വന്നേ. അതിക്ക, ഞാൻ മാത്രമല്ല, ആഷി, ആകാശ്, ഫൗസി, ആമി ഒക്കെ ഉണ്ട്. ഓ പിന്നെ, കള്ളം പറയാതെ. ആണടി, ഞാൻ ഫൗസിയുടെ കയ്യിൽ കൊടുക്കാം. ഹാരി ഫോൺ ഫൗസിയുടെ കയ്യിൽ കൊടുത്തു. ഹലോ മേസു, വേഗം വാടി, ഞങ്ങൾ ഹോസ്റ്റലിന്റെ പുറത്ത് വെയിറ്റിംഗാ. ആടി, ഇക്ക അടുത്ത് കൊടുക്ക്. ഫോൺ ഹാരി വാങ്ങി. ഇക്ക, വാർഡനത് എങ്ങനെയിപ്പോ? നിന്റെ റൂംമേറ്റില്ലേ അനുപമ, അവള് ഹെൽപ്പ് ചെയ്യും. വേഗം വേണം, ഞാൻ കോൾ കട്ടാക്കുവാണ്. ഹാരി ഫോൺ വെച്ചു. മേസ ആകെ ടെൻഷനിലായി. അനുപമ കുറെ നേരമായിട്ട് അവള് ശ്രദ്ധിക്കുന്നു. എന്താടാ, ആരിഫാണോ വിളിച്ചത്? എന്താ കാര്യം? അനു ചോദിച്ചു. അതേടി, എന്റെ ബർത്ത്ഡേ അല്ലേ, അതിൻ്റെ ഒരു പാർട്ടി ഉണ്ടെന്ന്. എല്ലാവരും പുറത്തുണ്ട്, എന്നെ വിളിക്കുന്നു. അത്രയുള്ള കാര്യം. ഞാനിത് എത്ര കണ്ടതാ മോളെ. നീ പാവായതുകൊണ്ട് വാർഡന് നിന്നോട് പ്രത്യേക സ്നേഹം. നീ പോയി അടിച്ചു പൊളിച്ചിട്ട് പതുക്കെ വാ. ബാക്കിയൊക്കെ ഞാനേറ്റു. നിന്നെ ഇവിടുന്ന് പുറത്തുകൊണ്ടുവന്ന കാര്യവും ഞാനേറ്റു, അനു പറഞ്ഞു. മേസ വേഗം റെഡിയായി വന്നു. ഒരു റെഡ് ടോപ്പും പാവാടയുമായിരുന്നു ധരിച്ചത്. ഹിജാബ് ധരിച്ചു. അനു അവളെ വാർഡൻ കാണാതെ പുറത്തെത്തിച്ചു. സംഗതി ക്ലീൻ. മേസ ഹോസ്റ്റലിന് പുറത്തെത്തി.
അവിടെ ഹാരിയും ആഷിയും ഫൗസിയും ആകാശും ആമിയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മേസയെ കണ്ട് അവരുടെ മുഖം തെളിഞ്ഞു. പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല, പോവാ. മേസ ഹാരിയോടൊപ്പം ബൈക്കിൽ, ഫൗസിയും ആഷിയും ഒരു ബൈക്കിൽ, ആകാശും ആമിയും ഒരു ബൈക്കിൽ. അപ്പോൾ ആദ്യം എങ്ങോട്ടാ? ആഷി ചോദിച്ചു. ആദ്യം ആര്യ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ഉഗ്രൻ ട്രീറ്റ്. ഹാരി പറഞ്ഞു. ട്രീറ്റോ? പക്ഷെ എൻ്റെ കയ്യിൽ. മേസ പറഞ്ഞിരുന്നതിന് മുമ്പ് ഹാരി പറഞ്ഞു. ക്യാഷ് ഇല്ലെന്നല്ലേ, വിഷമിക്കണ്ടോ. ട്രീറ്റ് എൻ്റെ വകയാ. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരുമിച്ച് പുറത്തു പോകുന്നത്. ആദ്യം നമുക്ക് വേറൊരു അടുത്ത് പോവാം, എന്നിട്ട് റെസ്റ്റോറൻറ്റിൽ പോവാം, ഓക്കെ? ഹാരി പറഞ്ഞു. അവർ മുമ്പ് പ്ലാൻ ചെയ്ത പോലെ യാത്ര തുടങ്ങി. അത് അവസാനിച്ചത് ഒരു വിജന പ്രദേശത്തായിരുന്നു. അവിടെ കണ്ട കാഴ്ച മെഹസയെ പുളകം കൊള്ളിച്ചു. നിരനിരയായി കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപങ്ങൾ, അതിന്റെ മധ്യഭാഗത്തായി ലൈറ്റ് വെച്ച് ഹാപ്പി ബർത്ത്ഡേ മേസ എന്ന് എഴുതിയിരിക്കുന്നു. ആ നിര അവസാനിക്കുന്നത് ഒരു ടേബിളിലാണ്. അതിനു മുകളിൽ കേക്ക്. അവിടെ ഇരുട്ടാണ്. കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപങ്ങളും മെഴുകുതിരിയുമാണ് അവിടം പ്രകാശപൂർണ്ണമാക്കിയത്. എല്ലാവരും ഇറങ്ങി. മെഹസയുടെ മുഖത്ത് പുഞ്ചിരി. താങ്ക്സ് ഇക്ക, താങ്ക് യു സോ മച്ച്. അയ്യടി, ഞങ്ങൾ കൂടിയാ ഇത് ചെയ്ത്, എന്നിട്ട് ഇക്കാക്ക് മാത്രം താങ്ക്സ്, ആഷി പറഞ്ഞു. പോടാ പൊട്ട, അവർ ലവേഴ്സിന്റെ ഇടക്ക് നിനക്കെന്താ കാര്യം? ഫൗസി കളിയാക്കി. നീ പോടി പ്രാന്തി, നീ പോടക്ക് ഒരങ്ങാ. മതി മതി, നിർത്ത്. കണ്ണി കണ്ടാ തുടങ്ങിക്കോളും രണ്ടും കൂടി. കീരിയും പാമ്പും. നമുക്ക് കേക്ക് മുറിക്കാം, ആമി പറഞ്ഞു. വാ മേസു, കേക്ക് മുറിക്കാം. ടേബിളിൽ റെഡ് വെൽവെറ്റ് കേക്ക്. മേസ കേക്ക് മുറിച്ചു. ഹാപ്പി ബർത്ത്ഡേ മേസ ആൻഡ് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. മേഴ്സ കേക്ക് ഹാരിക്ക് നീട്ടി. ഹാരി അത് മേസയ്ക്ക് നൽകി. എല്ലാവരും കേക്ക് കഴിച്ചു. ഇനി ആരിൽ നിന്ന് നല്ലൊരു ഉഗ്രം ഫുഡ്, ആകാശ് പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മേസക്കുട്ടിക്ക് ബർത്ത്ഡേ ആയിട്ട് ഹാരിയുടെ വക ഗിഫ്റ്റ് ഒന്നുമില്ലേ? ഫൗസി ചോദിച്ചു. ആര് പറഞ്ഞു ഗിഫ്റ്റ് ഇല്ലാന്ന്? എൻ്റെ മേസുവിന് പിന്നെ ഞാനല്ലാണ്ട് വേറെ ആരെ ഗിഫ്റ്റ് കൊടുക്കുക? ഹാരി പറഞ്ഞു. അവൻ പോക്കറ്റിൽ നിന്നൊരു ബോക്സ് എടുത്തു. മേലെ അത് തുറന്നു. ഒരു അടിപൊളി ഡിസൈനുള്ള ഡയമണ്ട് റിംഗ് ആയിരുന്നത്. ഹാരി മേസയെ നോക്കി. അവന്റെ ആവശ്യം മനസ്സിലായിട്ടെന്നോണം മേസ മോതിരവിരൽ നീട്ടി. ഹാരി പുഞ്ചിരിച്ചുകൊണ്ട് ആ മോതിരം അവളുടെ വിരലിൽ അണിയിച്ചു. എല്ലാവരും കൈയടിച്ചു. ഹാപ്പി ബർത്ത്ഡേ മേസു, എൻ്റെ പ്രാണസഹിക്ക് 1000 ജന്മദിനാശംസകൾ. 1000 വർഷം ജീവിച്ചിരിക്കാൻ പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. ഹാരി മേസയെ പുണർന്നു. ഞാൻ എങ്ങനെയൊക്കെ ഇതിനൊക്കെ നന്ദി പറയാം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇത്രയേറെ സന്തോഷിച്ച് പിറന്നാൾ ആഘോഷിക്കുന്നത്. നിങ്ങളൊക്കെ ഇല്ലായിരുന്നേ എൻ്റെ ഈ പിറന്നാളും ആഘോഷങ്ങളില്ലാതെ പതിപോലെ കടന്നുപോയെന്നെ. ഫൗസിയും ആഷിക്കും ചേർന്ന് ഒരു നീല ലോങ് ഗൗണും ആകാശം ആമിയും ഒരു ക്രീം കളർ ഷൂ നൽകി. ആര്യ റെസ്റ്റോറൻറ്റ്. എല്ലാവരും ഒരു ടേബിളിന് ചുറ്റിയിരുന്നു. ഞാനേ ഒന്ന് കിച്ചൺ വരെ പോയിട്ട് വരാം, ആഷി പറഞ്ഞു. ആ ബെസ്റ്റ്, ചെമ്പിലോട്ട് കമിഴ്ന്ന് വീഴാനായിരിക്കും, ഫൗസി പറഞ്ഞു. അതിന് എൻ്റെ പേര് ഫൗസി എന്നല്ല, ആഷിയും വിട്ടുകൊടുത്തില്ല. ആഷി, നീ ഇപ്പോൾ എവിടെയും പോകണ്ട. ആവശ്യമുള്ളത് കഴിച്ച് സഹായിച്ചാൽ മാത്രം മതി കേട്ടോ. എന്നാൽ എനിക്കൊരു ചിക്കൻ ബിരിയാണി, ഫ്രൂട്ട് സലാഡ്, ഷവർമ, പിന്നെ ബർഗർ. ആഷി നീണ്ട ലിസ്റ്റ് നിർത്തി. എന്നാ അവന് വേണ്ടതെല്ലാം എനിക്കും വേണം, ഫൗസി പറഞ്ഞു. നിങ്ങൾ രണ്ടും കൂടി എൻ്റെ വീടിൻ്റെ ആധാരം വിൽപ്പിക്കുമല്ലോ, ഹാരി പറഞ്ഞു. പോണത്തെണ്ടി. ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. ഇനി എന്നെ ഹോസ്റ്റലിലാക്ക്, മേസ പറഞ്ഞു. ഏയ്, കഴിഞ്ഞിട്ടില്ല. അതെ, നിങ്ങളെ പോലെയുള്ള എല്ലാ പെൺകുട്ടികളുടെ ആഗ്രഹമാണ് ഒരു ലോങ് ട്രിപ്പ്. എന്താ, പോയാലോ? ഹാരി ചോദിച്ചു കേട്ട് മേസയുടെയും ഫൗസിയുടെയും ആമിയുടെയും മുഖം തെളിഞ്ഞു. തീർച്ചയായും എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ്. പക്ഷേ വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ ഇറങ്ങിയതാണ്. അവരെങ്ങാനും തിരിച്ചെത്തിയ, ഫൗസി പറഞ്ഞു. ഒന്നും ഉണ്ടാവില്ലടി, പെട്ടെന്ന് തിരികെ പോവാം, ഞാൻ വീട്ടിലാക്കാം, ആഷി പറഞ്ഞു. എന്നാൽ നമുക്ക് പോവാം, ആകാശ് പറഞ്ഞു. അങ്ങനെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി അവർ ലോങ് ഡ്രൈവിന് പോയി. എല്ലാം കഴിഞ്ഞെത്തിയപ്പോഴേക്കും രാത്രി 9:30. ഡാ, നിങ്ങളവർ വീട്ടിലെത്തിച്ചേക്ക്, ഞാൻ മേസുവിനെ ഹോസ്റ്റലാക്കിയിട്ട് വരാം, ഹാരി പറഞ്ഞു. ആകാശ് ആമിയെ വീട്ടിലാക്കി. ആഷിയോടൊപ്പമായിരുന്നു ഫൗസി. ദാ, വീട്ടിലെല്ലാവരും കല്യാണം കഴിഞ്ഞ് വന്നതാണ്. ഞാനിവിടെ ഇല്ലെന്നറിയുമ്പോൾ എനിക്ക് പേടിയാവുന്നു, ഫൗസി പറഞ്ഞു. നീ ഇങ്ങനെ പേടിക്കില്ല എൻ്റെ ഫൗസി, കുഴപ്പമൊന്നും കാണില്ല, അവരെത്തിയിട്ടുണ്ടാവില്ല, ആഷി പറഞ്ഞു. അല്ലടാ, രാത്രി 6 മണി കഴിഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. ഞാൻ നിങ്ങളോടൊപ്പം വന്നെന്നറിഞ്ഞാൽ നിങ്ങളൊക്കെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഫൗസിയിൽ വല്ലാത്തൊരു ഭയമുണ്ടായി. വീടെത്തുന്നവരെ അവൾ പേടിച്ചിരുന്നു. ആഷി അവളെ ഗേറ്റ് മുമ്പിൽ ഡ്രോപ്പ് ചെയ്തു. നീ ചെല്ല്, നീ അകത്തേക്ക് ചെന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ, ആഷി പറഞ്ഞു കേട്ട് ഫൗസി ഗേറ്റ് തുറന്നു. അവിടെ നിൽക്കുന്ന ആളെ കണ്ട് അവൾ പേടിച്ച് പറിച്ചു നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.